ഒരേ സമയം 3-4 ആഗ്രഹങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് കൺഫ്യൂസ്ഡ് ആയിരിക്കുകയാണോ നിങ്ങൾ? എങ്കിൽ അവയെല്ലാം വളരെ വേഗത്തിൽ എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്തെടുക്കാം എന്ന് നോക്കാം. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിഷ. എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സ്വന്തമാക്കാനും പോസിറ്റീവ് എനർജി നിലനിർത്താനും സഹായിക്കുന്ന വഴികളെക്കുറിച്ചാണല്ലോ നമ്മളിവിടെ സംസാരിക്കാറുള്ളത്. പലരും എന്നോട് സ്ഥിരമായിട്ട് ചോദിക്കുന്ന, എന്നാൽ പലർക്കും തെറ്റിദ്ധാരണയുള്ളൊരു വലിയ കാര്യമുണ്ട്. ഒരേ സമയം ഒന്നിലധികം ആഗ്രഹങ്ങൾ നമുക്ക് എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്തെടുക്കാം? ഒന്ന് മാനിഫെസ്റ്റായി കഴിഞ്ഞിട്ടാണോ അടുത്തതിലേക്ക് പോകേണ്ടത് എന്ന്. സത്യത്തിൽ ഇതിന് ലളിതമായ ചില വഴികളുണ്ട്. എൻ്റെ സ്വന്തം അഭിപ്രായത്തിൽ നിന്നും ഞാൻ പഠിച്ച കാര്യത്തിൽ നിന്നും ഏറ്റവും ഫലപ്രദമായ രീതിയിൽ ഇത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം. നമ്മൾ ഓരോ നിമിഷവും അറിയാതെ തന്നെ എന്തെങ്കിലും മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. കാരണം ദിവസവും നമ്മൾ ഒരേ ചിന്തകൾ തന്നെയാണ് മനസ്സിൽ ആവർത്തിക്കുന്നത്. അതെ, നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്നതും നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം മാനിഫെസ്റ്റേഷൻ്റെ ഭാഗം തന്നെയാണ്. പക്ഷേ ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്തുകൊണ്ടാണ് പലരുടെയും ജീവിതത്തിൽ എല്ലാ ദിവസവും ഒരേ കാര്യങ്ങൾ തന്നെ സംഭവിക്കുന്നത്? ഒരു മാറ്റവുമില്ലാതെ ഒരേ പ്രോബ്ലംസ്, ഒരേ സ്ട്രെസ്. കാരണം വളരെ സിമ്പിളാണ്. നമ്മൾ ദിവസവും ചിന്തിക്കുന്നത് ഒരേപോലുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്. രാവിലെ എഴുന്നേൽക്കുന്നു, കടങ്ങളെക്കുറിച്ചോ ടെൻഷനുകളെക്കുറിച്ചോ ഓർത്തുള്ള ആകുലതകൾ. അതുകൊണ്ടാണ് നമ്മുടെ ദിവസങ്ങളും അനുഭവങ്ങളും മാറ്റമില്ലാതെ ഒരേപോലെ തോന്നുന്നത്. നിങ്ങളുടെ വിചാരങ്ങളും സങ്കല്പങ്ങളും മാറ്റിയാൽ നിങ്ങളുടെ ലൈഫിലെ അനുഭവങ്ങളും മാറും. ഇനി നിങ്ങൾക്ക് ഒരേ സമയം നല്ലൊരു ജോലി വേണം, ഹെൽത്ത് ശരിയാക്കണം, അതോടൊപ്പം കുറച്ച് ബിസിനസ് ഗ്രോത്തും വേണം. പക്ഷേ എവിടെ നിന്ന് തുടങ്ങണമെന്ന് അറിയില്ലെങ്കിൽ പ്രധാനമായും 3 ലൈഫ് ചേഞ്ചിങ് മെത്തേഡുകൾ പരീക്ഷിക്കാം. അതിലൊന്നാമത്തെ മെത്തേഡാണ് 10 മിനിറ്റ് ഫോക്കസ്ഡ് അഫർമേഷൻ ടെക്നിക്. നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ 2 അല്ലെങ്കിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ടെന്ന് കരുതുക. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു പുതിയ ജോലി, നല്ല സാമ്പത്തിക സ്ഥിതി, നിങ്ങളുടെ ഹെൽത്തി റിലേഷൻഷിപ്പ്. ഇതിൽ 3 നിങ്ങൾക്ക് ആവശ്യമാണ്. അപ്പോൾ ഇതിനായിട്ട് ദിവസം 30 മിനിറ്റ് നിങ്ങൾ മാറ്റിവെക്കണം. എനിക്ക് സമയം കിട്ടുന്നില്ല എന്ന് ദയവായി പറയരുത്. ദിവസം അരമണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറോ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യാനും അനാവശ്യ കാര്യങ്ങൾക്കും നമുക്ക് സമയമുണ്ടല്ലോ. അപ്പോൾ സ്വന്തം ജീവിതം മാറ്റിയെടുക്കാൻ ഒരു 30 മിനിറ്റ് മാറ്റിവെക്കാൻ നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും. ഇനി നിങ്ങളിത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. അതിന് ആദ്യത്തെ 10 മിനിറ്റ് ശാന്തമായി കണ്ണുകൾ അടച്ചിരിക്കുക, ഫോൺ മാറ്റിവെക്കുക, നിങ്ങളുടെ ഒന്നാമത്തെ ആഗ്രഹത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. അത് നടന്നു കഴിഞ്ഞു എന്ന രീതിയിലുള്ള 1 അല്ലെങ്കിൽ 2 അഫർമേഷൻസ്. ഉദാഹരണത്തിന്, എനിക്ക് അനുയോജ്യമായ ജോലി ലഭിച്ചതിന് ഞാൻ ദൈവത്തോട് നന്ദിയുള്ളവളാണ്, അല്ലെങ്കിൽ നന്ദിയുള്ളവനാണ്, അല്ലെങ്കിൽ വളരെ സന്തോഷവാനാണ്. ഇങ്ങനെ മനസ്സിൽ ആവർത്തിക്കുക. ആദ്യത്തെ 10 മിനിറ്റ് അത് നടന്നു കഴിഞ്ഞതായി ചിന്തിച്ചുകൊണ്ട്. അടുത്ത 10 മിനിറ്റ് ഒരു ചെറിയ ഗ്യാപ്പിന് ശേഷം രണ്ടാമത്തെ ആഗ്രഹത്തിലേക്ക് മാറുക. അതിനായിട്ടുള്ള അഫർമേഷൻസ് 10 മിനിറ്റ് മനസ്സിൽ പറയുക. അത് നടന്നതായി സങ്കല്പിച്ചുകൊണ്ട്. ഇനി അവസാനത്തെ 10 മിനിറ്റ് മൂന്നാമത്തെ വിഷയത്തിനായിട്ട് മാറ്റിവെക്കുക. ദിവസവും രാവിലെയും രാത്രിയും കിടക്കുന്നതിന് മുൻപും ഈ 10 മിനിറ്റ് മെത്തേഡ് പരീക്ഷിക്കാവുന്നതാണ്. നിങ്ങൾ സ്ഥിരമായി ഈ വാക്കുകൾ ആവർത്തിക്കുമ്പോൾ നിങ്ങളുടെ ഇന്നർ വേൾഡ് മാറാൻ തുടങ്ങും. ആ ആഗ്രഹം സാധിച്ചു കഴിഞ്ഞ അതേ ഫീലിങ്ങിലേക്ക് നിങ്ങൾ എത്തും. ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം കൂടെ പറയാം. കൺസിസ്റ്റൻസിയാണ് ഇവിടെ പ്രധാനം. സംശയങ്ങൾക്ക് ഇട നൽകാതെ ദിവസവും സ്ഥിരമായി ഇത് ചെയ്താൽ നിങ്ങൾ ആഗ്രഹിച്ച ആ അവസ്ഥയിലേക്ക് നിങ്ങളെത്തും. ഇനി അവസ്ഥയും അഫർമേഷനും തമ്മിലുള്ള വ്യത്യാസം പറയാം. ഇവിടെ മാനിഫെസ്റ്റേഷനിൽ എല്ലാവർക്കും വരുന്ന പ്രധാനപ്പെട്ട സംശയം ആണിത്. എന്താണ് ഈ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, അതായത് മനസ്സിൻ്റെ അവസ്ഥ? എന്താണ് അഫർമേഷൻ? വളരെ സിമ്പിളായിട്ട് ഞാൻ ഇവിടെ പറഞ്ഞുതരാം. സ്റ്റേറ്റ് എന്നത് നിങ്ങൾ എത്തിച്ചേരേണ്ട ഒരു ലൊക്കേഷൻ. ഉദാഹരണത്തിന് മൂന്നാർ അല്ലെങ്കിൽ ഊട്ടി, അങ്ങനെ. അഫർമേഷൻ എന്നത് ലൊക്കേഷനിൽ എത്തിച്ചേരാൻ നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനമാണ്. നിങ്ങൾക്ക് ഒരു പ്രത്യേക അവസ്ഥയിൽ എത്തിച്ചേരണമെങ്കിൽ, അതായത് എല്ലാം തികഞ്ഞ
വിജയിച്ച ഒരു വ്യക്തിയുടെ അവസ്ഥ. അവിടെ എത്തിപ്പെടാൻ നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ വാക്കുകളും, അതായത് അഫർമേഷൻസ് കൂടിയേ തീരൂ. ചിന്തകളിലൂടെ മാത്രമേ നിങ്ങൾക്ക് ആ നല്ല അവസ്ഥയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കൂ. അഫർമേഷൻസ് എന്നാൽ നിങ്ങളുടെ ചിന്തകളാണ്. ആ ചിന്തകളിലൂടെ മാത്രമേ നിങ്ങൾക്ക് ഒരു പുതിയ അവസ്ഥയിലേക്ക് മാറാൻ സാധിക്കൂ. നിങ്ങൾ സ്ക്രിപ്റ്റിംഗ് ചെയ്താലും വിഷ്വലൈസ് ചെയ്താലും അവിടെ എല്ലാം ഉപയോഗിക്കുന്നത് വാചകങ്ങളും ചിന്തകളുമാണ്. ലളിതമായി പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ എന്തൊക്കെ അനുഭവിക്കുന്നുണ്ടോ അതെല്ലാം നിങ്ങളുടെ നിലവിലെ അവസ്ഥയാണ്. അതിൽ നിന്നും ആഗ്രഹിക്കുന്ന പുതിയ അവസ്ഥയിലേക്ക് മാറാൻ അഫർമേഷൻസ് നമ്മളെ സഹായിക്കും. ഇനി രണ്ടാമത്തെ മെത്തേഡാണ് അംബ്രല്ല അഫർമേഷൻസ്. അതായത് കുട പോലെ സംരക്ഷിക്കുന്ന വാചകങ്ങൾ എന്നാണ് ഇതിനെ പറയുന്നത്. ഇനി നിങ്ങൾക്ക് 3-ൽ കൂടുതൽ അല്ലെങ്കിൽ ഒട്ടനവധി കാര്യങ്ങൾ ഒരുമിച്ച് മാനിഫെസ്റ്റ് ചെയ്യണമെങ്കിൽ ഏറ്റവും അനുയോജ്യമായ ഒന്നാണ് അംബ്രല്ല അഫർമേഷൻ മെത്തേഡ്. ഒരു കുട എങ്ങനെയാണോ നമ്മളെ മഴയിൽ നിന്നും വെയിലിൽ നിന്നും ഒരുപോലെ സംരക്ഷിക്കുന്നത്, അതുപോലെ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരൊറ്റ വാചകം ഉപയോഗിക്കുക. ഉദാഹരണത്തിന്, എൻ്റെ ജീവിതത്തിൽ കാര്യങ്ങളെല്ലാം എത്ര മനോഹരമായി നടക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് ചുറ്റും എല്ലാ ഐശ്വര്യങ്ങളും സന്തോഷങ്ങളും നിറഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നടന്നു എന്ന സൂചന നൽകുന്ന ഒരൊറ്റ പോസിറ്റീവ് വാചകം മനസ്സിൽ ഉറപ്പിച്ച് പറയുക. അത് എല്ലാ കാര്യങ്ങളെയും കവർ ചെയ്തോളും. ഇനി 3-ാമത്തെ മെത്തേഡാണ് ലിസ്റ്റ് മെത്തേഡ്, അതായത് പട്ടിക തയ്യാറാക്കുന്ന രീതി. നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് പേപ്പറിൽ എഴുതി വെക്കാം. എന്നിട്ട് ഇങ്ങനെ അഫർമേഷൻ ചെയ്യുക: എൻ്റെ ലിസ്റ്റിലുള്ള എല്ലാ കാര്യങ്ങളും മാനിഫെസ്റ്റ് ആയി കഴിഞ്ഞു. എൻ്റെ ലിസ്റ്റിലെ കാര്യങ്ങളെല്ലാം എത്ര വേഗത്തിലാണ് സംഭവിച്ചത്. ഇവിടെ ആ ലിസ്റ്റിൽ എന്തൊക്കെ ഉണ്ടെന്ന് നിങ്ങളുടെ ഉപബോധ മനസ്സിന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് എൻ്റെ ലിസ്റ്റ് മാനിഫെസ്റ്റ് ആയി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ആ എല്ലാ ആഗ്രഹങ്ങളും അടങ്ങിയ അവസ്ഥയിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നിങ്ങൾ ദിവസവും എന്തിനെക്കുറിച്ചാണോ സ്ഥിരമായി ചിന്തിക്കുന്നത് അതിനെയാണ് നിങ്ങൾ ജീവിതത്തിലേക്ക് ആകർഷിക്കുന്നത്. നിങ്ങൾ ഇപ്പോഴും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സ്വയം വളരാനും മെച്ചപ്പെടാനും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി, സ്വയം മെച്ചപ്പെടാനും മാനസികമായി കൂടുതൽ കരുത്താകാനും ആഗ്രഹിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾക്കായി ഒരു പുതിയ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഞാൻ തുടങ്ങിയിട്ടുണ്ട്. ഡെയിലി മോട്ടിവേഷനും ലൈഫ് ടിപ്സും ഒക്കെ പങ്കുവെക്കുന്ന ഒരു പോസിറ്റീവ് സ്പേസ് ആയിരിക്കും ഇത്. നമ്മുടെ ചെറിയ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഫസ്റ്റ് കമൻറ്റിൽ ലിങ്ക് നൽകിയിട്ടുണ്ട്, മറക്കാതെ ജോയിൻ ചെയ്യല്ലോ. ഇനി നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾക്ക് കൂടുതൽ പണം വേണമെന്ന് ആഗ്രഹമുണ്ട്, എന്നാൽ എപ്പോഴും എൻ്റെ കയ്യിൽ പണമില്ല, ഭയങ്കര സാമ്പത്തിക ബുദ്ധിമുട്ടാണ് എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് പണമില്ലാത്ത അവസ്ഥ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഏത് അനുഭവമാണോ കാണാൻ ആഗ്രഹിക്കാത്തത് അതിനെക്കുറിച്ച് അത്തരത്തിൽ ചിന്തിക്കുന്നത് ഇപ്പോൾ തന്നെ നിർത്തുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്